പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 19 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി. സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചില്ലേ? അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന്, ശ്രേഷ്ഠമായി ഈ പകൽക്കാലം നമ്മൾ നടത്തുന്ന കർത്താവ് സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് കാരണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നല്ലവൻ, കർത്താവ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അങ്ങേപോലെ മറ്റാരുമില്ല. അങ്ങ് സർവശക്തനാകുന്നു, അങ്ങ് സർവജ്ഞാനിയാകുന്നു. അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. അങ്ങേ പ്രഭാതത്തിൽ ആരാധിക്കുന്നു, അങ്ങേ പ്രഭാതത്തിൽ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തെ, യേശുവയുടെ നാമത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, 43-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങളിൽ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കും. കരങ്ങൾ ഉയർത്തി പറ, കിന്നരം കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഇന്ന് പകൽക്കാലം കർത്താവിനെ ആരാധിക്കും, കർത്താവിനെ സ്തുതിക്കുക. ആ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സ്തോത്രം. കർത്താവിൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും, ഇനിയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. നമുക്ക് ഒരുമിച്ച് വീണ്ടും കരങ്ങളെ ഉയർത്തി പറയാം. ഏത് പ്രശ്നത്തിൽ നിന്നും എന്നെ വിടുവിപ്പാൻ കർത്താവിന് കഴിയും. ഏത് രോഗത്തിൽ നിന്നും എന്നെ സൗഖ്യമാക്കാൻ കർത്താവിന് കഴിയും. ഞാൻ ഈ അകപ്പെട്ടിരിക്കുന്ന ഏത് മാനസിക സംഘർഷമാണെങ്കിലും അതിനകത്തു നിന്ന്, ആ വിഷയത്തിനകത്തു നിന്ന് എന്നെ വിടുവിപ്പാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 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 കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആമേൻ. ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപയും പ്രത്യേക സമാധാനവും വ്യാപരിക്കട്ടെ. അപ്പോൾ അങ്ങയുടെ സഹായം ഇന്ന് പകൽക്കാലം അങ്ങയുടെ മക്കൾക്കായി വെളിപ്പെടുന്നതിന് സ്തോത്രം. അങ്ങ് സഹായിക്കുന്ന ദൈവമാണ്. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കർത്താവ് എന്നെ സഹായിച്ചു. അതുപോലെ കർത്താവെ, ഇന്ന് ദൈവിക സഹായം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അങ്ങയുടെ കരം അവരെ താങ്ങിയെന്ന് പറയുന്ന പോലെ, അയ്യോ, കർത്താവിൻ്റെ കരം എന്നെ താങ്ങി, കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ കർത്താവെ, ഇന്ന് ചില ദൈവ പ്രവൃത്തികൾ ഇന്ന് സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഇടപെടുന്നതിന് സ്തോത്രം, അങ്ങ് സംസാരിക്കുന്നതിന് സ്തോത്രം, അങ്ങ് പ്രവർത്തിക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് രോഗത്തിൻ്റെ മേൽ, രോഗികളുടെ മേൽ അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ. ആമേൻ. നാളുകളായി ചികിത്സയിലായിരിക്കുന്ന പല വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. നാളുകളായി ചികിത്സയിലായിരിക്കുന്ന പല വിഷയങ്ങളുടെ മേലും ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ പുറത്തു വരട്ടെ. ഇന്ന് അവർക്ക് ആവശ്യമായ സമ്പത്ത്, ഇന്ന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് പൂർത്തീകരിക്കുവാൻ ആവശ്യമായ ഫൈനാൻഷ്യൽ ആമേൻ ആമേൻ സോഴ്സുകൾ യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ആമേൻ ആമേൻ, ഏതെങ്കിലും വിഷയത്തിൽ കർത്താവെ പറ്റിക്കപ്പെട്ടു പോയവർ, ആമേൻ, പ്രോപ്പർട്ടി റിലേറ്റഡായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ പൈസ കൊടുത്തു കാര്യങ്ങൾ നടക്കാതെ പോയ വിഷയങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അതിനകത്തൊരു വിടുതൽ സംഭവിക്കുകയും ദൈവിക ഇടപെടലുണ്ടാകണം. കർത്താവെ, നീതിമാൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെന്നുള്ള തിരുവെഴുത്താം. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനകത്തുനിന്ന് അവർ പുറത്തു വരട്ടെ. ആ പ്രശ്നത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സോൾവ് ചെയ്യുന്നു. ദൈവിക അത്ഭുതം ഇന്ന് ആ വിഷയത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ ആമേൻ. ഇന്ന് ലോകമെമ്പാടും നിൽക്കുന്ന സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വലിയ മഹത്വം ഇന്ന് ഭൂമിയിൽ വെളിപ്പെടുവാൻ, ആമേൻ, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് ഭൂമി മഹത്വം കൊണ്ട് നിറയട്ടെ. ചെറിയ സഭായോഗങ്ങളും വലിയ സഭായോഗങ്ങളും, ചെറിയ സഭകളും വലിയ സഭകൾ ഒരുപോലെ ആത്മശക്തിയിൽ നിറഞ്ഞ് ആനന്ദിക്കുന്ന ദിവസമായി മാറട്ടെ. വലിയ ഉണർവിൻ്റെ ദിവസമായി മാറട്ടെ.
പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന വചനം സദൃശ്യവാക്യം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക, നിൻ്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. ആമേൻ. കർത്താവിൻ്റെ ആത്മാവ് ഈ ദൈവിക ജ്ഞാനത്തെക്കുറിച്ചാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് വീണ്ടും ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. ആമേൻ. ഈ ലോകത്തിൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ട്രഷർ, ഒരു ദൈവപൈതലിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സമ്പാദ്യമെന്ന് പറയുന്നത് വിസ്ഡമാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. നമ്മൾ പലപ്പോഴും ദൈവികമായ ഡെലിവറൻസുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, സംരക്ഷണം, റിസ്റ്റോറേഷൻ, ഇതൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ആമേൻ. എല്ലാം തന്നെ നല്ലതാണ്. ആമേൻ. കർത്താവ് നമുക്കതെല്ലാം നൽകും. പക്ഷേ ഇന്നത്തെ ബൈബിൾ വാക്യത്തിൽ നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുക, ജ്ഞാനം തന്നെ സമ്പാദിക്കുക, ജ്ഞാനം തന്നെ പ്രധാനം. അതായത് ജ്ഞാനമാണ് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത്. ആമേൻ. ചീഫ് തിങ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വി ഷുഡ് സീക്ക്. നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവ് അതാത് ദിവസങ്ങളിൽ ചെയ്യേണ്ടത്, അതാത് ദിവസങ്ങളിൽ കാര്യങ്ങൾ നടത്തേണ്ടതിന് ആവശ്യമായ ദൈവത്തിൻ്റെ ജ്ഞാനം ആമേൻ ഞങ്ങളുടെ ജീവിതത്തിൽ തരണം. വിസ്ഡം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം പല പ്രശ്നങ്ങൾക്കകത്തു നിന്നും നമ്മളെ രക്ഷിക്കും. നമ്മൾ അതിൽ ചെന്ന് ചാടാതിരിപ്പാൻ ആമേൻ അതിൽ നമ്മളെ രക്ഷിക്കും. നമ്മൾ ഈ പ്രശ്നത്തിൽ ചെന്ന് ചാടിക്കഴിയുമ്പോഴാണല്ലോ പിന്നെ മിറക്കിൾ നടക്കേണ്ടത്. അപ്പോൾ പ്രശ്നത്തിൽ ചെന്ന് ചാടാതിരിപ്പാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ആമേൻ. ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു. ആമേൻ. ജോസഫിനെ ആമേൻ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിച്ചു. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിച്ചു. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, അനാവശ്യമായ സാഹചര്യങ്ങളിൽ ഇപ്പം കർത്താവ് രക്ഷിക്കത്തില്ലെന്നല്ല പറഞ്ഞു. കർത്താവ് തന്നെ മക്കളെ വിടുവിക്കും, എന്നെ വിടുവിച്ചു, നിങ്ങളെ വിടുവിച്ചു, നമ്മളെല്ലാം വിടുതൽ അനുഭവിച്ചവർ. പക്ഷേ ദൈവഹിതമല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ചെന്ന് ചാടാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം വേണം. തെറ്റായ തീരുമാനങ്ങളെടുത്തു, അബദ്ധത്തിൽ ചെന്ന് ചാടി, അതവസാനം ദോഷമായി മാറി. ആമേൻ. തെറ്റായ കാര്യങ്ങളിൽ നമ്മൾ തെറ്റായ വാക്കുകൾ പറഞ്ഞു, അത് നമുക്ക് ദോഷമായി തീർന്നു. തെറ്റായ സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നു, അത് നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടിന് കാരണമായി. അപ്പോൾ അവിടെ നമുക്ക് എന്താ വേണ്ടത്? ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളുടെയും കാരണം ജ്ഞാനത്തിൻ്റെ കുറവാണ്. അതുകൊണ്ട് പരിശുദ്ധന്മാർ പറയുന്നു, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ജ്ഞാനം കുറവുള്ളവർ ഔദാര്യമായി നൽകുന്നവനോട് ചോദിക്കട്ടെ. യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശു ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിസ്ഡത്തിലാണ് നടന്നത്. ഓരോ തീരുമാനങ്ങൾ യേശു എടുത്തത്, ഓരോ വാക്കുകൾ യേശു പറഞ്ഞത്, ഓരോ സ്റ്റെപ്പ് എടുത്തത്, ആമേൻ, യേശു ഓരോരുത്തരെ കണ്ടത്, ഇതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനമായിരുന്നു യേശു. അതുകൊണ്ട് യേശുവിന് ഒരിക്കലും സോറി പറയേണ്ട വന്നില്ല. ആമേൻ. യേശു എപ്പോഴും ദൈവിക ജ്ഞാനത്തിലാണ് നടന്നത്. അവനിലല്ലോ ആമേൻ ദൈവത്തിൻ്റെ ജ്ഞാനം പൂർണ്ണമായി വസിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇന്ന് ആ യേശു നമ്മളിൽ വസിക്കുക. ആ യേശുവിലൂടെ നമുക്ക് ജ്ഞാനത്തിൽ ജീവിക്കുവാൻ കഴിയും. യേശു ക്രിസ്തുവിലായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ യേശു വസിക്കുന്നു. അവൻ മുന്തിരിവള്ളി, നമ്മൾ കൊമ്പുകൾ. അപ്പം അവനോട് ചേർന്ന് നടക്കുമ്പോൾ അവൻ എന്തു പറ്റും? നമ്മളിലൂടെ ജ്ഞാനം വെളിപ്പെടും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. ഏതൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പും കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, അങ്ങയുടെ ജ്ഞാനാത്മാവിനാൽ എന്നെ നിറയ്ക്കണം. ആമേൻ. ഞാനിത് ചെയ്യുന്നത് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുമോ? ആമേൻ. ആമേൻ. എന്നെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കണം. കാരണം ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് അവൈലബിളാണ്. ഓരോ ദൈവ പൈതലിനും ദൈവിക വിസ്ഡം ആക്സസിബിളാണ്. അപ്പം നമ്മൾ ചോദിക്കണം, കർത്താവേ, അങ്ങയുടെ ജ്ഞാനം തരണം, അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണം, അങ്ങയുടെ ജ്ഞാനം എന്നിലൂടെ വെളിപ്പെടണം. ആ ജ്ഞാനത്താൽ റോങ് ഡിസിഷൻ എന്നിലൂടെ ഉണ്ടാകല്, റോങ് സ്റ്റെപ്സ് ഞാൻ എടുക്കരുത് എന്ന് നമ്മൾ വിശദമായിട്ട് ഡീറ്റെയിൽഡായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കുവാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തെറ്റായ തീരുമാനങ്ങളിൽ പോകാതെ കർത്താവ് നമ്മളെ സൂക്ഷിക്കും. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഈ ദിവസങ്ങളിൽ ആമേൻ അസാധാരണമായി മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ക്രിസ്തു നമ്മുടെ അകത്തുണ്ട്, അതുകൊണ്ട് ജ്ഞാനം നമ്മുടെ അകത്തുണ്ട്. ആ ജ്ഞാനം നമ്മളോട് വെളിപ്പെടട്ടെ. നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, ഡെയിലി ലൈഫിൽ ആ ജ്ഞാനം വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവേ, ഈ സന്ദേശം കേട്ട ഓരോ മക്കളെയും ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ ജീവിതത്തിൽ ഉയരത്തിലെ ജ്ഞാനം മാനിഫെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം
അനുഗ്രഹമൊക്കെയും എന്നെ പിന്തുടരും. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞ്, ശബ്ദമുയർത്തി പറഞ്ഞ്, നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.